ഇവിടെ എനിക്ക് ഒന്നുമില്ല. ഓഫീസിൽ എത്തിയിട്ടില്ലായിരുന്നു. തെരഞ്ഞെറിഞ്ഞ് ഒടുവിൽ കടപ്പുറത്തിട്ട് പിടിച്ചു. ഈ കടപ്പുറത്ത് കാറ്റുകൊണ്ട് ആരായാലും ഉറങ്ങി പോകും അല്ലേ? അല്ലാതെ വേറെ ഒന്നല്ല. ടീച്ചർ വിഷമിക്കണ്ട. എന്താവശ്യം ഉണ്ടെങ്കിലും സുധാകരന്റെ നന്മയ്ക്ക് ഞങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങൾ വരട്ടെ വരട്ടെ. തൃപ്തിയായില്ലേ നിങ്ങൾക്ക്? നിങ്ങളുടെ ഒടുക്കത്തെ ഒരു ജോത്സ്യം കാരണം മൂട്ടിലെ പൊടിയും തട്ടി അവളങ്ങ് പോയി. ഇവിടെ ചത്ത പോലെ കിടക്കുന്ന എന്റെ മോന. ഇവന്റെ കല്യാണം നടന്നു കാണാൻ ഞാൻ നടത്തി സ്വയംവര പുഷ്പാഞ്ജലിക്ക് കയ്യും കണക്കുമില്ല. ഒക്കെ കളഞ്ഞു വിളിച്ചോ നിങ്ങള്. പോയി. അവളെ നിനക്ക് വിധിച്ചിട്ടില്ല. എന്റെ മോൻ സമാധാനിക്ക്. കുഞ്ഞ് അനാവശ്യമായ ഒരു പ്രണയബന്ധത്തിലാണെന്ന് രേഖ പറയുന്നു. കഴിയുന്നതും വേഗം തലയൊരിക്കോ. ഈ കല്യാണം നടന്നാൽ നീ വിധവയാണ്. എന്തൊരിപ്പാ മോളെ ഇത്. നീ ഇപ്പോഴും സുധാകരനെ ഓർമ്മിച്ചോണ്ടിരിക്കുകയാണോ? നിന്നെ സുധാകരനെ കെട്ടിച്ചു കൊടുക്കാൻ അമ്മയ്ക്കും ഇഷ്ടമായിരുന്നു മോളെ. നിങ്ങളുടെ കല്യാണം നടന്നാൽ അവൻ മരിച്ചു പോകുമെന്നും നീ വിധവയാവുമെന്നൊക്കെ അവന്റെ അച്ഛൻ തന്നെയല്ലേ നിന്റെ കൈ നോക്കി പറഞ്ഞത്? എങ്കിലും സുധാകരേട്ടൻ. എല്ലാം ദൈവവിധിയാണ് മോളെ. സുധാകരൻ മറ്റൊരു കല്യാണം കഴിച്ച് സുഖമായി ജീവിക്കട്ടെ. മോൾ ഈ കാപ്പി കൊണ്ടുപോയി അവർക്ക് കൊടുക്ക്. പോ, ചെല്ലു മോളെ. ഗുഡ് മോർണിംഗ് മലയാളി. താനെ പെട്ടിട്ട് വെക്കി. ഗുഡ് മോർണിംഗ്. ഞാൻ എടുത്തു. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. സുധാകരൻ ഇന്ന് വന്നില്ലേ? ഇല്ല മുതലാളി. ഇയാളിത് എവിടെ പോയി കിടക്കുന്നു? മുതലാളി, ഇവിടെ ബിസിനസ് ആകെ കുളമായിരിക്ക. ഇപ്പൊ തന്നെ ബാംഗ്ലൂർക്ക് വേണ്ട ബസ് ബോംബെക്കും, ബോംബെക്കും വേണ്ട ബസ് കന്യാകുമാരിക്കാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. അതെന്താടോ? ഇത് കാപ്പി ഓടോ. അതെങ്ങനെയാന്ന് വെച്ചാൽ ഇവിടെ റൂട്ട് ചാർട്ട് ചെയ്യാൻ ആളില്ല. അത് തന്നെ ഒടുക്കം ഈ ബസ്സെല്ലാം കൂടെ പാട്ടത്തിന് കൊടുക്കേണ്ടി വരും. മുതലാളി എങ്ങനെങ്കിലും സുധാകരൻ ഒന്ന് വളച്ചു കെട്ടുന്നതായിരിക്കും നല്ലത്. ചായ എടുത്തു കുടിക്കും സുധാകര. താൻ പിറകെ നടന്ന ആ പെണ്ണ് ലോട്ടറി അടിച്ച് ആ കോന്തൻ മന്ദനെയും കെട്ടി നമ്മുടെ ബസ്സില് ബാംഗ്ലൂർക്ക് മധുവിധിന് പോയത് നീ അറിഞ്ഞോ സുധാകര? ആ 2 ടിക്കറ്റിന് പകരം അവനെ മണി അടിച്ച് വീഴ്ത്തി അവനെ കൊണ്ട് നീ നമ്മുടെ ഒരു സ്പെഷ്യൽ ബസ് വാടകയ്ക്ക് എടുപ്പിക്കണമായിരുന്നു. അതായിരുന്നു ബുദ്ധി. നിന്നെ ഞാനൊരു ശമ്പളക്കാരനായിട്ടല്ല സുധാകര കാണണേ. അങ്ങനെ കണ്ടിരുന്നെങ്കിൽ നിന്റെ സീറ്റില് ഇതിനകം പുതിയൊരാൾ വന്നെ. ഞാൻ തെറ്റിയതെന്ന് എനിക്കറിയാം. വേണമെന്ന് വെച്ചിട്ടല്ല മുതലാളി. അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി, അത്ര തന്നെ. നാളെ മുതലേ നേരം വേണം ഓഫീസിൽ വന്നോളാം. സത്യം പറയാലോ, ഇപ്പൊ എനിക്ക് നിന്നെ കുറിച്ച് അഭിമാനം തോന്നണ സുധാകര. നിന്നേക്കാൾ പണമുള്ള ഒരുത്തനെ കിട്ടിയപ്പോ നിന്നെ തഴഞ്ഞ് അവള് മധുവിധുവിന് ബാംഗ്ലൂർക്ക് ടിക്കറ്റ് എടുത്തു. അവരെക്കാൾ പണമുള്ള ഒരുത്തിയെ കെട്ടി നീ ബോംബെക്ക് ടിക്കറ്റ് എടുക്കടാ. നിനക്കും ഒരു മധുവിധുണ്ടെന്ന് അവൾ അറിയട്ടെ. നിനക്ക് സ്നേഹിക്കാൻ ഒരു ഭാര്യ വേണം, അത്രയല്ലേ വേണ്ടൂ. ആ കാര്യം ഞാൻ ഏറ്റു. ലോകത്തിൽ ഇന്ന് വരെ ഒരു മുതലാളിയും ഒരു തൊഴിലാളിക്ക് വേണ്ടി ബ്രോക്കർ പണി ചെയ്തിട്ടില്ല. നീ റെഡിയെന്ന് പറ. പെണ്ണിനെ, ഇങ്ങനെ പെറുക്കിയെടുക്കാവുന്ന ഒരു പെണ്ണിനെ ഞാൻ നിനക്ക് താലി കെട്ടാൻ നിന്റെ മുന്നിൽ നിർത്തിത്തരാം. ധാരാളം പണം, ആവശ്യത്തിലേറെ സൗന്ദര്യം, നിന്റെ കണ്ണുപോലെയുള്ള ചെറിയ ചിരി, നിനക്കുള്ളതിനേക്കാൾ ദൈവവിശ്വാസം. കെട്ടാൻ പോകുന്ന പുരുഷന് നല്ല സ്വഭാവ ഗുണം വേണമെന്നല്ലാതെ മറ്റൊന്നും ആഗ്രഹിക്കാത്ത പെൺകുട്ടി. ആ സ്വഭാവ ഗുണം നിനക്കുണ്ട്. നീ എങ്ങനെ വേണമെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യും. എന്താടാ സുധാകരൻ, ഞാൻ ഒന്ന് ആലോചിക്കട്ടെ.
എനിക്ക് അമ്മയോടൊന്ന് ചോദിക്കണം. അമ്മേ ദേവി രക്ഷിക്കണേ. ടീച്ചറെ, അതാണ് എല്ലാവരുടെയും സ്ഥിതി. രക്ഷിക്കണമെങ്കിൽ ഒടുക്കം ദേവി തന്നെ വരണം. മഹാലക്ഷ്മി പോലൊരു മരുമകള്, അവൾ എനിക്ക് ഒരു ചുക്കും ചെയ്യേണ്ട പണിക്കരെ. എന്നാലും ഒരു ഐശ്വര്യം അത് അവൾക്കുണ്ടാവണം. 27 വർഷം സ്കൂളിൽ ചൂരിൽ കൈകൊണ്ട് തൊടാതെ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ച ഒരു ടീച്ചറല്ലേ ഞാൻ. സുധാരം കൊണ്ടുവരുന്ന ഏത് പെണ്ണും എനിക്ക് അവരിലൊരാളെ പോലെയാ. കേട്ടോ പത്മശ്രീ വീരഭദ്രമാഷേ, ധാരാളം സ്വത്തും ആവശ്യത്തിലേറെ പണവും ഉള്ളവരാണ് ഭവാനിയമ്മ. ഭണ്ഡാരപ്പെട്ടി നിറഞ്ഞു കവിഞ്ഞാലും ദേവിക്ക് മനമാറ്റില്ല എന്ന് പറഞ്ഞ പോലെയാണ് അവരുടെ സ്വഭാവം. പണത്തിന്റെ അഹങ്കാരം അശേഷം അവർക്കില്ല. പെൺകുട്ടിയുടെ അച്ഛൻ എവിടെയാ? അതൊരു പ്രശ്ന. അച്ഛൻ സ്ഥലത്തില്ല. സ്ഥലത്തില്ല എന്ന് പറഞ്ഞാല് 11 കൊല്ലം മുമ്പ് അവരച്ഛനും അമ്മയും മോളും കൂടി കാശിയിൽ ഒരു ഉല്ലാസയാത്രയ്ക്ക് പോയി. അവിടെ വെച്ചൊരു നട്ടുച്ചയ്ക്ക് ഓം നമശിവായ എന്ന് പറഞ്ഞ് അയാള് ഗംഗാനദിലേക്ക് ചാടിക്കളഞ്ഞു. പിന്നെ ഇതുവരെ തിരിച്ചു പൊന്തിയിട്ടില്ല. ദേ, ഇത് സത്യ. അതിനുശേഷം അവര് കുടുംബം ഭാഗം വെച്ചു. ഒറ്റ തടിയായി നിന്ന് മകളെ വളർത്തി. ആ ഒരു തന്റെ ഇടം അവൾക്കുണ്ട്. ഒരു പെണ്ണിന് വേണ്ടതും അത് തന്നെയല്ലേ? സ്വഭാവം എങ്ങനെ? അത്രയും നല്ല സ്വഭാവ ഗുണമുള്ളൊരു പെണ്ണിനെ ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ അത് അതിശയോക്തിയാവും. എന്നാലും സത്യം അതാണ് ടീച്ചറെ, അത്രയും നല്ലൊരു പെണ്ണിനെ ഞാൻ കണ്ടിട്ടില്ല. എന്നാ പിന്നെ ഒന്നും ആലോചിക്കാനില്ല, അങ്ങ് നടത്താം. കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായി, സുധാകരന്റെ അവസ്ഥയും മനസ്സിലായി. എന്നാലും ഒരു കാര്യം ചോദിക്കുക, അവര് പണിക്കരുടെ ബന്ധുവും കൂടി ആയ സ്ഥിതിക്ക് എനിക്ക് അവളുടെ കൈയൊന്ന് കാണാൻ സാധിക്കോ? എന്തിനാ ഇനി അതും കിടക്കാനാ? കലക്കാൻ ആ കൈ കണ്ടിട്ട് വേണ്ടേ? കാണൂല, അവള് കാണിക്കില്ല. സ്വന്തം ഭർത്താവിനെ അല്ലാതെ മറ്റൊരാളെ അവൾ ആ കൈ കാണിക്കില്ല. അതാണ് സത്യം. എന്താ കാരണം? ഹൃദയകുമാരി എന്നല്ലേ പേര്. ശരീരം മുഴുവൻ ഹൃദയം പോലെയാ. ആ ഹൃദയം അവൾ ഒരാണിന്റെ മുമ്പിൽ തുറക്കൂ. എന്റെ ദേവി, മോനെ നീ ഭാഗ്യവാനാടാ. നല്ലൊരു വോളിബോൾ പ്ലെയറാ. ഏതാ ഏതാ? ആ മൂന്നാമത്തെ ഇതാ. അതല്ലെന്ന് ഇപ്പുറത്ത്. ഇത് ഈ കറുത്ത കുട്ടിയാ? കറുത്ത കുട്ടിയല്ലെന്ന്. ഓ ഇതാ. അതന്നെ. അയ്യോടാ പാവേ. ഷേപ്പ് അറിയുന്ന തോന്നുന്നേ. അയ്യോ അങ്കിൾ സോറി, അറിയാതെ പറ്റിയതാ. സാരമില്ല. നല്ല വേദന ഉണ്ടാവും. എനിക്കിങ്ങനെ അബദ്ധം പറ്റാറേ ഇല്ല. ഇത് അബദ്ധമല്ല മോളെ, ദൈവത്തിന്റെ ഒരു കമ്പിയില്ല കമ്പി സന്ദേശമാണ്. ആളെ വിട്ട് വിളിപ്പിക്കാതെ തന്നെ ദൈവം മോളെ ഇവിടെ എത്തിച്ചില്ലേ. മോൾക്ക് ഈ കുട്ടനെ മനസ്സിലായ? സുധാകരൻ, അങ്ങനെ പറഞ്ഞ സുധാകരൻ. ഹലോ. വീട്ടിൽ വന്ന് കാണാൻ മോളുടെ അമ്മ ഒരുപാട് നിർബന്ധിച്ചതാ. ആ ഫോർമാലിറ്റി വേണ്ടാന്ന് സുധാകരൻ പറഞ്ഞു. ഒന്നുമില്ല, പുറത്താകുമ്പോ കുറച്ച് കാറ്റും വെളിച്ചൊക്കെ ഉണ്ടാവല്ലോ എന്ന് വെച്ചിട്ടാ. ഞങ്ങളൊന്ന് വെറുതെ പ്രാക്ടീസ് ചെയ്യാ. കളിക്കാൻ അറിയാമെങ്കിൽ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങാം. ഞങ്ങൾക്ക് ഗേൾസ് തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഒരു രസമല്ലേ? വേണ്ട, കളിയൊന്നും ഇപ്പൊ വയ്യ. ഒരടിയോണ്ട് തന്നെ തൃപ്തിയായില്ലേ സുധാകരൻ? മോള് പോയി കളിച്ചോ, ഞങ്ങൾ വരട്ടെ. എന്നെ പെണ്ണ് കാണാൻ വന്നതാ. പേര് സുധാകരൻ. അങ്കിളുടെ സെലക്ഷനാ. അവിടെ ഒരു ഗോളടിച്ച ബഹളം കേൾക്കുന്നുണ്ടല്ലോ. നിന്നെ അവൾക്ക് ഇഷ്ടപ്പെട്ടു സുധാകര തോന്നണേ. ഹൃദയകുമാരിയെ കാണുന്നത് വരെ വല്ലാത്ത ടെൻഷനായിരുന്നു. പിന്നെ ഞാൻ അവളുടെ കയ്യിലെ പന്ത് പോലെ ആവോ മുരളി? പേടിക്കണ്ട, ആ പന്തിനോട് അവൾക്ക് വലിയ സ്നേഹ. ഇനി അങ്ങനെ ആയാൽ തന്നെ നിനക്ക് പരമാനന്ദ. കാരണം ഈ കയ്യിൽ നിന്ന് മറ്റേ കയ്യിലേക്ക്, ആ കയ്യിൽ നിന്ന് ഈ കയ്യിലേക്ക് എല്ലാം പെൺകുട്ടികളുടെ കയ്യിൽ തന്നെ തിരിയില്ലടാ. നീ കയറിയാൻ നിനക്ക് ഇനി സുഖായി. എന്റെ കാര്യം. അയ്യോ. ഏതായാലും മുതലാളി സുധാകരന് സുന്ദരമായ ഒരു ജീവിതം ഉണ്ടാക്കി. സമ്മതിക്കണം, സമ്മതിക്കണം. കൺഗ്രാചുലേഷൻസ്. താങ്ക് യു, താങ്ക് യു. കൈയോട് കൈ. സുധാര, എന്താ മുരളി? എനിക്ക് ചിലത് സംസാരിക്കാനുണ്ട്, ഒന്ന് കാണണം.
ഇന്ന് നിന്റെ ആദ്യരാത്രിയാണ് അല്ലടാ മോനെ. കാദംബരി ഇന്ന് അവളുടെ ബന്ധുവീട്ടിൽ പോയതുകൊണ്ട് എനിക്ക് ഇന്ന് ഒരുമാതിരി ആദ്യരാത്രിയാടാ. ആ എന്റെ ഒരുപാട് ഊരാക്കൊടുക്കുകളുള്ള ജീവിതമാണ്. നിനക്കൊരിക്കലും അങ്ങനെ ഒരു ജീവിതം ഉണ്ടാവില്ല. എനിക്കത് ഉറപ്പാ. മുതലാളിക്ക് എന്താ എന്നോട് ഇത്ര സ്നേഹം? കഴിഞ്ഞ 8 വർഷമായിട്ട് നീ എന്റെ കൂടെ ഇല്ലേ? ഈ 8 വർഷവും നീ എന്നെ ചതിച്ചിട്ടില്ല. അത് തന്നെ. നിനക്കറിയോ സുധാകര, ഹൃദയകുമാരിയുടെ അമ്മയെ ചെറുപ്പത്തിൽ ഞാൻ സ്നേഹിച്ചിരുന്നു. നീ പേടിക്കണ്ട, അവളെന്റെ മകളൊന്നുമല്ല. സ്നേഹിക്കാൻ ആർക്കും സ്നേഹിക്കാം, പക്ഷേ ഒന്നിച്ച് ജീവിക്കാൻ കഴിയില്ലല്ലോ. ഭവാനിയെ ഞാൻ സ്നേഹിച്ചിരുന്നു. അവളുടെ മകൾ എനിക്ക് മകൾ തന്നെയാണ്. അവളെ നിനക്ക് തന്നെ പിടിച്ചു തന്നതിന് ഒരു കാരണം കൂടിയുണ്ട്. നീ നല്ലവനാ, നല്ല കരുത്തുള്ളവനാ, എന്തും സഹിക്കും, എങ്ങനെയും സഹിക്കും. എന്നാലും ഒന്നും മനസ്സിലാക്കി വെക്കാൻ വേണ്ടി പറയുകയാണ്. ഈ അമിത സ്നേഹം കൊടുത്തു വളർത്തിയത് കൊണ്ട് ഹൃദയകുമാരി ചില സമയത്ത് അതിര് വിട്ട് കളിക്കാറുണ്ട്. മിക്ക നേരത്തും അവള് നല്ല ബുദ്ധിയുള്ള കുട്ടിയാണ്. ആ സത്യം. എന്നാലും ചില സമയത്ത് അവള് നമ്മളെ പോലെ അല്പസ്വല്പം വട്ട് കളിച്ചെന്ന് വരും. എനിക്ക് തോന്നിയതാവാം, അത് സത്യമാവണമെന്നില്ല. എന്ന് പറഞ്ഞാ അവക്ക് ഒന്നുമില്ല. അവളുടെ അമ്മ കുറച്ച് ഫാസ്റ്റാണ്, അത് മോൾക്കുണ്ടെന്നേ ഉള്ളൂ. അപ്പോ തള്ളയ്ക്കും മൂക്കും വട്ടാണോ? ഒരു ചുക്കുമില്ല. അച്ഛനില്ലാതെ വളർന്ന കുട്ടിയല്ലേ, അല്പം പിടിവാശിയൊക്കെ കാണും. നിന്റെ സ്നേഹത്തിന്റെ മുമ്പിൽ ഒക്കെ ശരിയാവും സുധാര. മണി 10 കഴിഞ്ഞല്ലോ. നീ എന്തിനാ ഈ തണുപ്പത്തിരിക്കണേ? പോയി കിടന്നൂടെ? ഹൃദയകുമാരി എവിടെ? അവളകത്തില്ലേ? ഞാൻ കണ്ടില്ല. ദാ നീ ഇത് കൊണ്ടുപോയി അവളുടെ കൈ കൊടുക്ക്. എന്നിട്ട് സൗകര്യം പോലെ വാങ്ങിച്ചു കുടിച്ചോ. അവൾക്ക് ഇതേ പറ്റിയൊന്നും വലിയ വിവരമില്ലെന്നാ തോന്നണേ. അമ്മ തന്നെ അവളെ വിളിച്ചങ്ങ് കൊടുത്താ പോരെ? വേണ്ട, എന്റെ അടുത്ത് വരാൻ ഇത്തിരി വിഷമമുള്ള പോലെ. ഒറ്റയ്ക്ക് വളർന്നല്ലേ. ദാ കൊണ്ടേ കൊടുക്ക, കൊണ്ടേ കൊടുക്കടാ. ചെക്കന്റെ ഒരു നാണം. ആ കുട്ടിക്ക് ഹൃദയകുമാരി എന്ന് വിളിക്കുന്നതിനേക്കാൾ ഇഷ്ടം കുമാരി എന്ന് വിളിക്കുന്ന അത്രേ. വേണ്ട, പേരില്ലെങ്കിലും ഒരു ഹൃദയമുള്ളത് നല്ലതാ. ഇപ്പോഴത്തെ കാലത്ത് ഹൃദയമുള്ള ഒരൊറ്റ മനുഷ്യനെയും കാണാനേ ഇല്ല. ഹൃദയകുമാരി, ഹൃദയകുമാരി, ഇതെന്താ നീ കട്ടിലിന്റെ അടിയില്? എന്റെ കാതിലെ കമ്മലേ ആരോ നുള്ളി എടുത്തതുപോലെ താഴ്ത്തു വീണു. ഞാനത് തിരയായിരുന്നു, ദേ കിട്ടി. ഇവിടെ രാത്രിയിൽ എപ്പോഴും പാലാ? ഹോ, ഭയങ്കര മധുരം. ചില നേരത്ത് അവള് നമ്മളെ പോലെ അല്പസ്വല്പം വട്ട് കളിച്ചെന്ന് വരും. എനിക്ക് തോന്നിയതാണ്, അത് സത്യമാവണമെന്നില്ല. 40 ദിവസം പാടിയാ മതിയെന്ന് പറഞ്ഞിട്ടാ ഞാനിത് തുടങ്ങിയത്. മാസങ്ങൾ ഒരുപാട് കഴിഞ്ഞല്ലോ. വല്ല രക്ഷയുണ്ടോ പങ്കജം? ഇങ്ങനെ പോയാ ഒന്നുകിൽ നീ പ്രസവിക്കും, അല്ലെങ്കിൽ ഞാൻ പാടി പാടി ഒരു യേശുവാസാവും. പുതുപ്പെണ്ണിനെ പുറത്തേക്ക് കണ്ടില്ലല്ലോ, എഴുന്നേറ്റില്ലെന്ന് തോന്നുന്നു. ആ, കുറെ കാലം കഴിഞ്ഞാൽ സുധാകരനും ഇങ്ങനെ പാടേണ്ട ഗതികേട് വരുമ്പോ താനെ എണീറ്റോളും. എന്താ ചിന്നമ്മാളൂ നീ കാണിക്കുന്നത്? നേരെ ഒരുപാടായില്ലേ. ഇന്നലെ ഉറങ്ങാൻ കിടന്നവർ ഇനി എഴുന്നേറ്റില്ല എന്ന് കാണുമ്പോ എനിക്ക് പേടിയാവുന്നു. പണിക്കര് സാറായിരിക്കും. ഹലോ.